ലീഗ് മന്ത്രിമാരെ തീരുമാനിച്ചു എന്ന വാർത്ത കൂടി വരികയാണ്. ലീഗ് മന്ത്രിമാരെ തീരുമാനിച്ചിരിക്കുന്നു. KM ഷാജി മന്ത്രിസഭയിലേക്കുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കും. PK ബഷീർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. PK ബഷീർ ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് വിവരങ്ങളുമായുണ്ട്. രഞ്ജിത്ത്, ആരൊക്കെ അവസാന പട്ടികയിൽ? 5 പേരുടെ പേര് ഉറപ്പിച്ചിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, ഷംസുദ്ദീൻ, അതുപോലെ തന്നെ V അബ്ദുൾ ഗഫൂർ. ഈ 5 പേരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുക. പാറക്കൽ അബ്ദുള്ളയുടെ പേരില്ല, AK അഷ്റഫിന്റെ പേരില്ല. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ, V അബ്ദുൾ ഗഫൂർ എന്നീ 5 പേരുടെ പേരുകളാണ് ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിലുള്ളത്. ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. 5 പേർ മന്ത്രിസഭയിലേക്ക് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ലീഗിന്റെ മുഖമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ, അതുപോലെ തന്നെ V അബ്ദുൾ ഗഫൂർ. V അബ്ദുൾ ഗഫൂറിന് സ്വാഭാവികമായിട്ടും ലീഗിന്റെ തെക്കൻ കേരളത്തിന്റെ പ്രതിനിധി, കളമശ്ശേരി എന്നുള്ള MLA ആണ് അദ്ദേഹം. അതുപോലെ തന്നെ PK ബഷീർ ഏറനാട് MLA ആണ്. ഏറെക്കാലമായി 4ാമത്തെ തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. ഏറനാടിന്റെ മുഖമാണ്, സീതി ഹാജിയുടെ മകനാണ്. PK കുഞ്ഞാലിക്കുട്ടി പാർട്ടിയുടെ തന്നെ മുഖമാണ്, കേരളത്തിന്റെ പാർട്ടിയുടെ തന്നെ മുഖമായിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവും മലപ്പുറത്ത് നിന്ന് ഏറ്റവും കൂടിയ വോട്ടുകൾക്ക് ജയിച്ചു കയറുകയും ചെയ്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച PK കുഞ്ഞാലിക്കുട്ടി. N ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA ആണ്. അദ്ദേഹം 4ാം തവണയാണ് മണ്ണാർക്കാട് MLA ആവുന്നത്. പാർട്ടിയുടെ സൗമ്യ മുഖമാണ്. അദ്ദേഹം മന്ത്രിയാകുമെന്ന് അറിയുന്നു. അതുപോലെ തന്നെ V അബ്ദുൾ ഗഫൂർ എന്ന പേര് ഉറപ്പിക്കുന്നു. V അബ്ദുൾ ഗഫൂർ അദ്ദേഹം ഇബ്രാഹിം കുഞ്ഞിൻ്റെ മുൻ മന്ത്രിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ്. കളമശ്ശേരി MLA ആണ്. മന്ത്രി P രാജീവിനോട് പോരാടിയാണ് അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരി ജയിച്ചു കയറിയിട്ടുള്ളതും. അനിശ്ചിതാവസ്ഥമായിരുന്നു എന്നുള്ളതാണ്. PK ബഷീറോ KM തീരുമാനത്തിലേക്ക് ലീഗ് ഒടുവിലെത്തിയിരിക്കുന്നു. കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടിയാണോ അത്ര കടുത്തൊരു തീരുമാനം? സ്വാഭാവികമായിട്ടും അതൊരു കീഴ്വഴക്കമായി, ടേം വ്യവസ്ഥയിലെത്തി അതൊരു കീഴ്വഴക്കമായി മാറും. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിൽ ഒരു അധികാര മോഹം പാർട്ടിക്കുള്ളിൽ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു തെറ്റായ സന്ദേശം അത് കൊടുക്കും. കാരണം 2 മന്ത്രിമാർ അത് ടേം വ്യവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ അധികാരമോഹം വളർന്നു വരും എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും അത് കൊടുക്കുക. അതുകൊണ്ട് അത്തരം ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു തീരുമാനം വേണ്ടതില്ല, ഒരൊറ്റ അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും മുതിർന്ന നേതാക്കന്മാരെ ഒന്നും തന്നെ പിണക്കാതെ, മുതിർന്ന നേതാക്കന്മാരെ, പാർട്ടിയുടെ മുഖമായിട്ടുള്ള നേതാക്കന്മാരെ പിണക്കാതെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. 5 മന്ത്രിമാരുടെ പട്ടിക കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പാറക്കൽ അബ്ദുള്ള ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അവിടെ KM ഷാജിയോ PK ബഷീറിനെ പോലെ മുതിർന്ന നേതാക്കന്മാർ പുറത്താകും എന്ന ഘട്ടത്തിലാണ്. ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ പ്രതിനിധിയായി തന്നെ KM ഷാജിയെ പരിഗണിക്കാം എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടാവുക. കാരണം KM ഷാജിയുടെ വീട്, അദ്ദേഹം വയനാട്ടുകാരനാണെങ്കിലും KM ഷാജി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ്. വേങ്ങരയിൽ നിന്ന് ജയിച്ചു കയറിയാലും കോഴിക്കോടിൻ്റെ ചുമതലയും കോഴിക്കോടിൻ്റെ മുഖവുമായി മന്ത്രിസഭയിൽ KM ഷാജി ഉണ്ടാകും എന്നുള്ളതാണ്.